ഇന്നത്തെ ക്ലാസ് Q&A സെഷൻ ആണ്. ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ആൻസേഴ്സും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇന്നത്തെ ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ദ പ്രൈമറി ഒബ്ജക്റ്റീവ് ഓഫ് മാനേജ്മെന്റ്? മാനേജ്മെന്റിന്റെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ലക്ഷ്യം എന്താണ്? ടു റെഡ്യൂസ് കോസ്റ്റ് ആണോ, പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുക എന്നുള്ളതാണോ, ടു അച്ചീവ് ഓർഗനൈസേഷണൽ ഗോൾ എഫിഷ്യന്റ്ലി ആൻഡ് എഫക്റ്റീവ്ലി എന്നുള്ളതാണോ, ടു മാനേജ് ഹ്യൂമൻ റിസോഴ്സ് എന്നുള്ളതാണോ? ഇതിൽ ഏതായിരിക്കും റൈറ്റ് ആൻസർ? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, ഏതായിരിക്കും റൈറ്റ് ആൻസർ? ഓപ്ഷൻ സി ആണ് എല്ലാവരും പറയുന്നത്, കറക്റ്റ് ആണ്. ടു അച്ചീവ് ഓർഗനൈസേഷണൽ ഗോൾ എഫിഷ്യന്റ്ലി ആൻഡ് എഫക്റ്റീവ്ലി. നമ്മൾ അതിന്റെ ഡെഫിനിഷനെ തന്നെ പഠിക്കുന്നുണ്ട്. എഫിഷ്യൻസി, എഫക്റ്റീവ്നെസ്. എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എന്താ? കോസ്റ്റ് ഏറ്റവും മിനിമം ആക്കി, എന്നാൽ പ്രോഡക്റ്റിന്റെയോ സർവീസിന്റെയോ ക്വാളിറ്റിയെ ബാധിക്കാത്ത രീതിയിൽ കോസ്റ്റ് മിനിമം ആക്കി പ്രൊഡക്ഷൻ നടത്തുക. അതൊന്ന്. അതുപോലെ തന്നെ എഫക്റ്റീവ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈം ബൗണ്ടായി പറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ കാര്യങ്ങൾ ചെയ്തു തീർക്കുക. അതാണ് മാനേജ്മെന്റ് എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ മാനേജ്മെന്റിന്റെ കോർ എയിം എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷന്റെ ഗോൾ അച്ചീവ് ചെയ്യുക എഫിഷ്യന്റ്ലി ആൻഡ് എഫക്റ്റീവ്ലി യൂസിങ് റിസോഴ്സ്. ഓക്കെ, സോ സി ഈസ് ദി ആൻസർ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ബെസ്റ്റ് ഡിസ്ക്രൈബ് ദ നേച്ചർ ഓഫ് മാനേജ്മെന്റ്? മാനേജ്മെന്റ് ആർട്ട് ആണോ, സയൻസ് ആണോ, പ്രൊഫഷൻ ആണോ, ഓൾ ഓഫ് ദി എബവ്? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അതെ, മാനേജ്മെന്റിന് ആർട്ടിന്റെ സവിശേഷതകളുണ്ട്, സയൻസിന്റെ സവിശേഷതകളുണ്ട്, പ്രൊഫഷന്റെ സവിശേഷതകളുമുണ്ട്. സോ മാനേജ്മെന്റ് ഈസ് ആൻ ആർട്ട്, സയൻസ് ആൻഡ് പ്രൊഫഷൻ. ഓക്കെ അല്ലേ? എങ്ങനെയാണ് ആർട്ടിന്റെ സവിശേഷതകൾ വരുന്നത്? ആർട്ട് എന്ന് പറയുന്നത് ഫ്ലെക്സിബിൾ ആണ്, ക്രിയേറ്റിവിറ്റിക്ക് അവിടെ പ്രാധാന്യമുണ്ട്. സോ മാനേജ്മെന്റ് ആസ് എ പ്രാക്ടീസ് ഒരു ആർട്ടാണ്. സയൻസ് എന്ന് പറയുന്ന സയൻസിൽ എപ്പോഴും ഒരു സിസ്റ്റമാറ്റൈസ്ഡ് ബോഡി ഓഫ് നോളജ് ആണ്. പ്രോപ്പർ ആയിട്ടുള്ള പഠനങ്ങളുടെ ബേസിസിലുള്ള നോളജും അതിന്റെ ഭാഗമാണ്, മാനേജ്മെന്റിന്റെ ഭാഗമാണത്. അതുകൊണ്ട് അത് സയൻസ് ആണെന്ന് പറയാം. പ്രൊഫഷൻ എന്ന് പറയുന്നത് എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. ട്രെയിനിങ് എന്ന് പറയുന്നത് മാനേജ്മെന്റിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ പ്രൊഫഷൻ എന്ന് പറയുന്നതിന്റെ എന്താ പറയുന്നത്, ആ ഒരു എലമെന്റ്സ് മാനേജ്മെന്റിൽ വരുന്നുണ്ട്. മൂന്നാമത്തത്, ഹു ഈസ് കൺസിഡേർഡ് ദ ഫാദർ ഓഫ് മോഡേൺ മാനേജ്മെന്റ്? മോഡേൺ മാനേജ്മെന്റിന്റെ പിതാവ് ആരെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്? ഓപ്ഷൻ സി പീറ്റർ ഡ്രക്കർ അല്ല, ബി ഹെൻറി ഫെയോൾ ആണ്. ഫെയോൾ ഡെവലപ്ഡ് 14 ഫൗണ്ടേഷണൽ പ്രിൻസിപ്പിൾസ് ഓഫ് മോഡേൺ മാനേജ്മെന്റ്. മോഡേൺ മാനേജ്മെന്റിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഹെൻറി ഫെയോൾ ആണ്. സയന്റിഫിക് മാനേജ്മെന്റിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ടെയ്ലർ, FW ടെയ്ലർ ആണ്. സോ ആൻസർ ഹെൻറി ഫെയോൾ ആണ്. പീറ്റർ എഫ് ഡ്രക്കർ, ഒരു മിനിറ്റ്. പീറ്റർ എഫ് ഡ്രക്കർ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടുള്ള വ്യക്തിയാണ്. ജസ്റ്റ് ഒന്ന് പറയാവേ, ഒന്ന് നോക്കിയിട്ട്. സർ MBO റിലേറ്റ് ചെയ്തത്, ഒരു മിനിറ്റ്, അവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ട് കേട്ടോ. പീറ്റർ എഫ് ഡ്രക്കർ എന്ന് പറയുന്നതും ആൻസർ ആയിട്ട് വരാം. മോഡേൺ മാനേജ്മെന്റിന്റെ പിതാവ് കറക്റ്റ് ചെയ്ത് തരാവെ, പീറ്റർ എഫ് ഡ്രക്കർ ആണ്. സി ആണ് ആൻസർ. സയന്റിഫിക് മാനേജ്മെന്റിന്റെ പിതാവ് FW ടെയ്ലർ, പീറ്റർ എഫ് ഡ്രക്കർ മോഡേൺ മാനേജ്മെന്റിന്റെ പിതാവ്. ഇനി മാനേജ്മെന്റ് എന്ന് മാത്രമായി പറയുകയാണെങ്കിൽ ഹെൻറി ഫെയോളിനെ മാനേജ്മെന്റിന്റെ പിതാവ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പൊ എടുത്തു പറയുകയാണ് മോഡേൺ മാനേജ്മെന്റ് എന്നാണെങ്കിൽ ആൻസർ പീറ്റർ ഡ്രക്കർ എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരുന്നത്. സോ ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ ആണോ? അത് ഞാൻ കറക്റ്റ് ചെയ്തിട്ട് തരാം. ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസർ വരുന്നത്. അടുത്ത ചോദ്യം, വിച്ച് മാനേജ്മെന്റ് ഫംഗ്ഷൻ ഇൻവോൾവ് മോണിറ്ററിംഗ് ആൻഡ് ഇവാലുവേറ്റിംഗ് പ്രോഗ്രസ്? പ്രോഗ്രസിനെ മോണിറ്റർ ചെയ്യുന്നു, ഇവാലുവേറ്റ് ചെയ്യുന്നു. അതുമായി ബന്ധപ്പെട്ട മാനേജ്മെന്റിന്റെ ഫംഗ്ഷൻ ഏതാണ്? കൺട്രോളിംഗ്. കറക്റ്റ് ആണ്. കൺട്രോളിങ്ങിനാണ് പ്രോഗ്രസ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മോണിറ്റർ ചെയ്യുന്നു. അതുപോലെ തന്നെ അതിനെ പ്രോപ്പർ ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യുന്നത് കൺട്രോളിങ്ങിലാണ്. കൺട്രോളിങ്ങിന്റെ സ്റ്റെപ്സ് അറിയാമല്ലോ. ആദ്യം നമ്മൾ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യും, അതിനുശേഷം ആക്ച്വൽ പെർഫോമൻസ് അളക്കും, ആക്ച്വൽ പെർഫോമൻസിനെ സ്റ്റാൻഡേർഡുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യും. ഡിസ്ക്രീപ്പൻസീസ് ഉണ്ടെങ്കിൽ കറക്റ്റീവ് മെഷേഴ്സ് എടുക്കും. സോ കൺട്രോളിംഗ് ആണ് ആൻസർ.
അഞ്ചാമത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാനേജ്മെന്റ് ആസ് എ സയൻസ്. മാനേജ്മെന്റ് ഒരു ശാസ്ത്രം എന്ന നിലയിൽ ഏതാണ് താഴെ പറയുന്നവയിൽ അതിന്റെ ക്യാരക്ടർ അല്ലാത്തത്? ബേസ്ഡ് ഓൺ സിസ്റ്റമറ്റൈസ്ഡ് ബോഡി ഓഫ് നോളജ് എന്ന് പറയുന്നത് കറക്റ്റ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ആണോ അല്ലയോ? അത് കറക്റ്റ് അല്ലേ? ഓപ്ഷൻ സി അല്ലേ സർ? യെസ്. ഡീൽസ് വിത്ത് ഇമോഷൻ ആൻഡ് ഇൻറ്റ്യൂഷൻ എന്ന് പറയുന്നത് സയൻസുമായി ബന്ധപ്പെട്ടതല്ല. സയൻസ് എക്സ്പെരിമെന്റിന്റെ ബേസിസിലും ഒബ്സർവേഷന്റെ ബേസിസിലും ഉള്ള ഒരു സംഭവമാണ്. സോ സി എന്ന് പറയുന്നത് മാനേജ്മെന്റ് ആസ് എ സയൻസ് എന്നതിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കത്തില്ല. സോ സി ആണ് ആൻസർ. ആറാമത്തത് വിച്ച് മാനേജ്മെന്റ് തിങ്കർ ഇൻട്രൊഡ്യൂസ് സയന്റിഫിക് മാനേജ്മെന്റ്. സയന്റിഫിക് മാനേജ്മെന്റ് ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? ഓപ്ഷൻ ബി. യെസ്, ഫെഡറിക് ടെയ്ലർ ആണ് സയന്റിഫിക് മാനേജ്മെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. റൂൾ ഓഫ് തമ്പ്, അതുപോലെ തന്നെ എന്താ പറയുന്നത്, ഒരേ സമയം പല ആൾക്കാര് ഒരാളെ ഗൈഡ് ചെയ്യണം എന്നൊക്കെയുള്ള പ്രിൻസിപ്പിൾ. ഓക്കെ, സയന്റിഫിക് മെത്തേഡ് ഓവർ റൂൾ ഓഫ് തമ്പ്. അടുത്തത് വാട്ട് ഈസ് ദ പ്രൈമറി ഡിഫറൻസ് ബിറ്റ്വീൻ മാനേജ്മെന്റ് ആസ് എ സയൻസ് ആൻഡ് ആർട്ട്? പ്രൈമറി ഡിഫറൻസ്, മെയിൻ ഡിഫറൻസ് എന്താണ്? ആർട്ട് ഫോക്കസ് ഓൺ ക്രിയേറ്റിവിറ്റി ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ എ ആണ്. ആർട്ട് ഫോക്കസ് ഓൺ ക്രിയേറ്റിവിറ്റി വൈൽ സയൻസ് ഫോക്കസ് ഓൺ സിസ്റ്റമാറ്റിക് നോളജ്. ഓപ്ഷൻ എ ആണ് ആൻസർ. എന്തുകൊണ്ട് മറ്റത് വന്നില്ല എന്ന് നോക്കാം. സയൻസ് ഈസ് മോർ പ്രാക്ടിക്കൽ വൈൽ ആർട്ട് ഈസ് തിയററ്റിക്കൽ. അങ്ങനെ നമുക്ക് പറയാനായിട്ട് സാധിക്കത്തില്ല. സയൻസിലും തിയറി ഉണ്ട്, തിയറി ബേസ്ഡ് ആണ്. ആർട്ട് ഈസ് ബേസ്ഡ് ഓൺ ഇമോഷൻ വൈൽ സയൻസ് ഈസ് ബേസ്ഡ് ഓൺ പ്യുവർ ലോജിക്. And art require training while science does not. So primary difference എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത് ക്രിയേറ്റിവിറ്റിയുടെ ബേസിലാണ് ആർട്ട് വരുന്നത്, സയൻസ് വരുന്നത് എന്തിന്റെ ബേസില? സിസ്റ്റമറ്റൈസ്ഡ് ബോഡി ഓഫ് നോളജ് എന്നുള്ള രീതിയിലാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫംഗ്ഷൻ ഓഫ് മാനേജ്മെന്റ്? താഴെ പറയുന്നവർ ഏതാണ് മാനേജ്മെന്റിന്റെ ഫംഗ്ഷൻ അല്ലാത്തത്? ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി ആണ്. ഗവേണിംഗ് ആണ്. പ്ലാനിംഗ് ഉണ്ട്, ഓർഗനൈസിംഗ് ഉണ്ട്, ഡയറക്ടിംഗ് ഉണ്ട്, സ്റ്റാഫിംഗ്, കൺട്രോളിംഗ്. ഇത്രയുമാണ് ഫംഗ്ഷൻസ് ആയിട്ട് വരുന്നത്. ഗവേണിംഗ് ഫംഗ്ഷൻ അല്ല. ഹു ഡെവലപ്പ് അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റ് ആൻഡ് 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്? ഹെൻറി ഫയോൾ. സോ അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റിന്റെ പിതാവ് ഹെൻറി ഫയോൾ ആണ്. സയന്റിഫിക് മാനേജ്മെന്റ് ടെയ്ലർ ആണ്. മോഡേൺ മാനേജ്മെന്റ് പീറ്റർ ഡ്രക്കർ ആണ്. സോ അതാണ് മൂന്നെണ്ണം മെയിൻ ആയിട്ട് നോക്കിയിരിക്കേണ്ടത്. Which of the following is true about the development of management thought? മാനേജ്മെന്റ് തോട്ടിന്റെ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയായിട്ടുള്ള ഒരു കാര്യം? ഇവോൾവ് സോൾലി ത്രൂ തിയററ്റിക്കൽ കോൺട്രിബ്യൂഷൻ. അല്ല, തിയററ്റിക്കൽ കോൺട്രിബ്യൂഷൻ മാത്രമല്ല, പ്രാക്ടിക്കൽ നോളജ് അവിടെ ഉണ്ടായിരുന്നു, എക്സ്പെരിമെന്റിന്റെ ബേസിസിലുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു. Began with industrial revolution and continue to evolve, has remained unchanged since Taylor. ടൈലറിന് ശേഷം യാതൊരുവിധ വ്യത്യാസം അല്ലെങ്കിൽ ഒരു ചേഞ്ചും ഒരു കോൺട്രിബ്യൂഷനും മാനേജ്മെന്റിൽ വന്നിട്ടില്ല എന്നാണ് സി പറയുന്നത്. ഡി പറയുന്നത് നോ സിഗ്നിഫിക്കന്റ് ചേഞ്ച് സിൻസ് ഇൻസെപ്ഷൻ. തുടക്കം മുതൽ ഒരു ചേഞ്ചും ഉണ്ടായിട്ടില്ല. ഏതായിരിക്കും ആൻസർ? ഓപ്ഷൻ ബി ഈസ് ദ ആൻസർ. ഇൻഡസ്ട്രിയൽ റവല്യൂഷന് ശേഷമാണ് മാനേജ്മെന്റ് നല്ല രീതിയിൽ ഡെവലപ്പ് ആയി വന്നത്. അതിനുശേഷം ആ ഡെവലപ്മെന്റ്, ആ എവല്യൂഷൻ കണ്ടിന്യൂ ചെയ്തു തന്നെ പോകുന്നുണ്ട്. സോ ദ ആൻസർ ഇസ് ബി. 11ാമത്തത് വിച്ച് ഇസ് നോട്ട് എ പ്രിൻസിപ്പിൾ പ്രപ്പോസ്ഡ് ബൈ ഹെൻറി ഫയോൾ. ഹെൻറി ഫയോൾ പറയാത്ത ഒരു പ്രിൻസിപ്പിൾ ഏതാണ്? യൂണിറ്റി ഓഫ് കമാൻഡ്, സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ്, ഇക്വിറ്റി, ഡിവിഷൻ ഓഫ് ലേബർ. ഓപ്ഷൻ ഡി ആണ് ഡിവിഷൻ ഓഫ് ലേബർ. ഡിവിഷൻ ഓഫ് ലേബർ ഈസ് ഫ്രം ആഡം സ്മിത്ത്, നോട്ട് ഫയോൾ. ആഡം സ്മിത്തിന്റെ ആണ് ഒറിജിനലി ഡിവിഷൻ ഓഫ് ലേബർ എന്ന് പറയും. ക്ലിയർ ആണോ? ബാക്കി മൂന്നെണ്ണം അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ള യൂണിറ്റി ഓഫ് കമാൻഡ്, പ്രോപ്പർ ആയിട്ടുള്ള ഒരു യൂണിറ്റി വേണം ഇൻ കമാൻഡ്. അതുപോലെ തന്നെ സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ഫോർ ഓർഗനൈസേഷണൽ ഇൻട്രസ്റ്റ്. അതുപോലെ തന്നെ ഇക്വിറ്റി, ജസ്റ്റിസ് മുതലായവ പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിലായിരിക്കണം മാനേജ്മെന്റ് പ്രവർത്തിക്കാൻ എന്നുള്ളതും ഫയോളിന്റെ പ്രിൻസിപ്പിൾസ് ആണ്. വിച്ച് ഈസ് ആൻ എക്സാമ്പിൾ? ഡിവിഷൻ ഓഫ് വർക്ക് ആണ് ഫയോൾ ഇന്ത്യയിൽ വരുന്നത്. യെസ്, ഡിവിഷൻ ഓഫ് വർക്ക് ആണ്, ഡിവിഷൻ ഓഫ് ലേബർ അല്ല. ഡിവിഷൻ ഓഫ് വർക്ക്, വർക്കിനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കണം എന്നാ പറയും. ക്ലിയർ അല്ലേ?
വിച്ച് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് മാനേജ്മെന്റ് ഫംഗ്ഷൻ. മാനേജ്മെന്റ് ഫംഗ്ഷന്റെ എക്സാമ്പിൾ എന്താണ്? ഡയറക്ടിങ് ദ ആക്ടിവിറ്റീസ് ഓഫ് എംപ്ലോയീസിനെ ഡയറക്ട് ചെയ്യുന്നു, നിങ്ങൾ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യൂ. ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഹയറിംഗ് ആൻഡ് ഫയറിംഗ് എംപ്ലോയീസിനെ ഹയർ ചെയ്യുന്നു, മോശമെന്ന് തോന്നുന്ന ആൾക്കാരെ ഫയർ ചെയ്യുന്നു. ഓൾ ഓഫ് ദ എബവ്. ഇതിൽ ഏതാണ് മാനേജ്? ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി ആണ് ആക്ച്വലി കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. കാരണം സി, ഹയറിംഗ് ആൻഡ് ഫയറിംഗ് എംപ്ലോയീസ് സ്റ്റാഫിംഗ് എന്ന പ്രൊസീജിയറിനകത്ത് വരും. ഡയറക്ടിംഗ് ദ ആക്ടിവിറ്റീസ് ഓഫ് എംപ്ലോയീസും വരും. മെയിൻറ്റെയിനിങ് ഫിനാൻഷ്യൽ അക്കൗണ്ട്സും കൈൻഡ് ഓഫ് മാനേജ്മെന്റിന്റെ ഭാഗമായിട്ട് തന്നെ വരും. പ്ലാനിങ്ങിന്റെ ഒക്കെ ഭാഗം അല്ലെങ്കിൽ കൺട്രോളിങ്ങിന്റെ ഭാഗമായിട്ട് വരും. ഓപ്ഷൻ ഡി ആണ് ആൻസർ, ഓൾ ഓഫ് ദ എബവ്. ഇവിടെ ഡയറക്ടിംഗ് ആണ് കോർ ഫംഗ്ഷൻ എന്ന രീതിയിൽ അവർ പറയുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളത് HR ആൻഡ് അക്കൗണ്ടിംഗ് ടാസ്ക് എന്ന രീതിയിലാണ് അവർ പറയുന്നത്. ബട്ട് ആക്ച്വലി ഡി ഈസ് ആൻസർ, ഓൾ ഓഫ് ദ എബവ് എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരുന്നത്. കാരണം സി സ്റ്റാഫിംഗ് പ്രൊസീജിയറിനകത്ത് വരും. HR ഹ്യൂമൻ റിസോഴ്സ് സ്റ്റാഫിംഗ് എന്ന പ്രൊസീജിയറിനകത്ത് വരുന്നതാണ്. ഇറ്റ് ഈസ് പാർട്ട് ഓഫ് മാനേജ്മെന്റ്. സോ ഡി ഈസ് ദ ആൻസർ. അത് കറക്റ്റ് ചെയ്തിട്ട് തരാം. ഡി ഈസ് ദ ആൻസർ. വാട്ട് ഈസ് ദ ഫോക്കസ് ഓഫ് ഹ്യൂമൻ റിലേഷൻ സ്കൂൾസ്? ഹ്യൂമൻ റിലേഷൻ സ്കൂൾസിന്റെ പ്രധാനപ്പെട്ട ഫോക്കസ് എന്താണ്? ഇംപ്രൂവിംഗ് പ്രൊഡക്ടിവിറ്റി ത്രൂ ടെക്നോളജി ആണോ? ഇമ്പോർട്ടൻസ് ഓഫ് ഹ്യൂമൻ ഫാക്ടേഴ്സ് ഇൻ മോട്ടിവേറ്റിംഗ് വർക്കേഴ്സ് ആണോ? എൻഹാൻസിംഗ് സയന്റിഫിക് അപ്രോച്ച് ആണോ? നൺ ഓഫ് ദി എബവ്. ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി ആണ് ഹ്യൂമൻ ഫാക്ടേഴ്സ് ഇൻ മോട്ടിവേറ്റിംഗ് വർക്കേഴ്സ്. എൽട്ടൺ മായോ ആണ് ഇത് മുന്നോട്ടേക്ക് കൊണ്ടുവന്നത്. സ്ട്രെസ് ദ റോൾ ഓഫ് സോഷ്യൽ ആൻഡ് ഇമോഷണൽ നീഡ്. വർക്ക് പ്ലേസിൽ സോഷ്യൽ ആൻഡ് ഇമോഷണൽ നീഡ് കൂടെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ വർക്കേഴ്സിനെ ട്രീറ്റ് ചെയ്താലേ പ്രൊഡക്ടിവിറ്റി കൂടത്തുള്ളൂ. സോ ഹ്യൂമൻ ഫാക്ടേഴ്സും കൂടെ ഇൻവോൾവ് ചെയ്ത് വേണം വർക്കേഴ്സിന് മോട്ടിവേഷൻ നൽകാൻ. അതാണ് ഹ്യൂമൻ റിലേഷൻ സ്കൂൾ പറയുന്നത്. സോ ബി ആണ് ആൻസർ. 14ാമത്തത്, വാട്ട് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ദ മാനേജ്മെന്റ് പ്രോസസ്? മാനേജ്മെന്റ് പ്രോസസ്സിലെ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്? പ്ലാനിംഗ് കൊണ്ടാണ് മാനേജ്മെന്റ് എന്ന പ്രോസസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ പ്ലാനിംഗ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ മാനേജ്മെന്റ്. വിച്ച് ഫംഗ്ഷൻ ഇൻവോൾവ് ഡിവൈഡിംഗ് വർക്ക് ഇൻ ടു ടാസ്ക്? വർക്കിനെ ടാസ്ക് ആക്കി ഡിവൈഡ് ചെയ്യുന്നത് ഏത് ഫംഗ്ഷനിലാണ്? ഓർഗനൈസിംഗ് കറക്റ്റ് ആൻസർ. ഓർഗനൈസിംഗിലാണ് പ്രോപ്പറായി നമ്മുടെ ടാസ്കുകൾ സെറ്റ് ചെയ്യുന്നത്. ടാസ്കും റിസോഴ്സസും റോൾസും ഒക്കെ പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്യുന്നത് എവിടെയാ? ഓർഗനൈസിംഗിലാണ് നമ്മളുടെ ഓർഗനൈസേഷന്റെ സ്ട്രക്ചർ ഏത് രീതിയിലാകണമെന്നും ഏതൊക്കെ പൊസിഷൻസ് ഓർഗനൈസേഷനിൽ ഉണ്ടാകണമെന്നും തീരുമാനിക്കുന്നത്. ക്ലിയർ ആണോ? അതിനുശേഷം അവർ ഏതൊക്കെ വർക്ക് ചെയ്യണം എന്നുള്ള കാര്യം പ്രോപ്പറായി പറയും. ആ വർക്ക് പൊസിഷൻസിലേക്ക് വേണ്ടുന്ന ആൾക്കാരെ നമ്മൾ റിക്രൂട്ട്മെന്റിലൂടെ, സ്റ്റാഫിംഗ് പ്രൊസീജിയറിലൂടെ കണ്ടെത്തും. സോ രണ്ടാമത്തെ സ്റ്റെപ്പ് ഓർഗനൈസിംഗ്. അത് തന്നെയാണ് ഡിവിഷൻ ഓഫ് വർക്ക്, ഡിവൈഡിംഗ് വർക്ക് ഇൻ ടു ടാസ്ക് എന്ന പ്രോസസ്സുമായി ബന്ധപ്പെട്ട് വരുന്നത്. യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? യൂണിറ്റി ഓഫ് കമാൻഡ്. ഓപ്ഷൻ എ. ഓപ്ഷൻ എ. ഒരു സമയം ഒരു സബോർഡിനേറ്റിന് ഒരു സുപ്പീരിയറിൽ നിന്ന് മാത്രമേ എന്ത് റിസീവ് ചെയ്യാവുള്ളൂ? ഓർഡേഴ്സ് റിസീവ് ചെയ്യാവുള്ളൂ. അല്ലെങ്കിൽ കൺഫ്യൂഷൻ ഉണ്ടാവും എന്ന് ആര് പറഞ്ഞു? ഫെയോള് പറഞ്ഞു. ആൻഡ് എംപ്ലോയി ഷുഡ് റിസീവ് ഓർഡർ ഫ്രം വൺ സുപ്പീരിയർ അറ്റ് എ ടൈം. ക്ലിയർ ആണോ? അല്ലെങ്കിൽ കൺഫ്യൂഷൻ ഉണ്ടാകും, അല്ലെങ്കിൽ എന്താ പറയുന്നത്, കൺഫ്യൂഷൻ ഉണ്ടാവും മൾട്ടിപ്പിൾ ബോസസ് വന്നു കഴിഞ്ഞാൽ. സോ എ ഇസ് ദാറ്റ്. Who is associated with bureaucratic management? Bureaucratic management ബന്ധപ്പെട്ട വ്യക്തി ആരാണ് ഇതിനകത്ത്? മാക്സ് വെബർ ആണ്. മാക്സ് വെബർ ആണ് ബ്യൂറോക്രാറ്റിക് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടത്. വെബർ അഡ്വക്കേറ്റഡ് സ്ട്രക്ചേർഡ് ഹയറാർക്കി ആൻഡ് റൂൾസ്. പ്രോപ്പർ ആയിട്ടുള്ള ഹയറാർക്കിയോട് ബേസ് ചെയ്തിട്ടുള്ള റൂൾസ് ബേസ്ഡ് ആയിട്ടുള്ള രീതിയിൽ മാനേജ്മെന്റ് പോകണം. മാക്സ് വെബർ. വാട്ട് ഈസ് ദ മെയിൻ പർപ്പസ് ഓഫ് പ്ലാനിംഗ്? പ്ലാനിങ്ങിന്റെ പ്രധാനപ്പെട്ട പർപ്പസ് എന്താണ്? ഓപ്ഷൻ എ. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. സെറ്റ് ഒബ്ജക്റ്റീവ് ആൻഡ് ആക്ഷൻസ്. യെസ്, സെറ്റ് ഒബ്ജക്റ്റീവ് ആൻഡ് ആക്ഷൻസ്. രണ്ടാമത്തത് ഏത് ഫംഗ്ഷൻ്റെതായിരിക്കും? ഓർഗനൈസ് റിസോഴ്സസ്. റിസോഴ്സസിനെ ഓർഗനൈസ് ചെയ്യുന്നത് ഏത് ഫംഗ്ഷൻ? ഓർഗനൈസിംഗുമായി ബന്ധപ്പെട്ടതായിരിക്കും. കറക്റ്റ് ആൻസർ. മോട്ടിവേറ്റ് എംപ്ലോയീസ്. എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യുന്നത് ലീഡിംഗ് ആണ് സാർ. ലീഡിംഗ് അല്ല, ഡയറക്ടിംഗ് എന്ന് പറയുന്നത്. ഡയറക്ടിങ്ങിനകത്താണ് നമ്മൾ മോട്ടിവേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലീഡർഷിപ്പ്, മോട്ടിവേഷൻ, ഈ വക കാര്യങ്ങളൊക്കെ അതിനകത്തേക്കാണ് വരുന്നത്.
അപ്പൊ പ്രോപ്പർ ആയിട്ട് നമ്മൾ ഡയറക്റ്റ് ചെയ്യുന്നു. ഇവാലുവേറ്റിംഗ് പെർഫോമൻസ് എന്തുമായി ബന്ധപ്പെട്ടതാ? കൺട്രോളിങ്ങുമായി ബന്ധപ്പെട്ടത്. സോ ഒന്നാമത്തത് എന്തുമായി ബന്ധപ്പെട്ടതാ? പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ടതാ. ക്ലിയർ ആണോ? സ്റ്റാഫിംഗ് എന്ന പ്രൊസീജിയറിലാണ് റിക്രൂട്ട്മെന്റ്, ട്രെയിനിങ്, ഈ വക കാര്യങ്ങളൊക്കെ, സെലക്ഷൻ, റിക്രൂട്ട്മെന്റ്, ട്രെയിനിങ്, ഈ വക കാര്യങ്ങളൊക്കെ വരുന്നത് സ്റ്റാഫിംഗിന്റെ എലമെന്റ്സ്. ലീഡർഷിപ്പ്, മോട്ടിവേഷൻ, ഈ വക കാര്യങ്ങളൊക്കെ ഡയറക്ടിങ്ങിന്റെ എലമെന്റ്സ് ആയിട്ടാണ്. വിച്ച് ഈസ് ട്രൂ അബൌട്ട് മാനേജ്മെന്റ് ആസ് എ പ്രൊഫഷൻ? മാനേജ്മെന്റ് ഒരു പ്രൊഫഷൻ എന്ന രീതിയിൽ ഏതാണ് താഴെ പറയുന്നതിൽ ശരിയായിട്ടുള്ളത്? ഓപ്ഷൻ എ. ഓപ്ഷൻ എ. റിക്വയർസ് സ്പെഷ്യലൈസ്ഡ് നോളജ് ആൻഡ് ട്രെയിനിങ്. ഒരു പ്രൊഫഷൻ ആകണമെങ്കിൽ സ്പെഷ്യലൈസ്ഡ് നോളജ് വേണം, ട്രെയിനിങ് വേണം. ക്ലിയർ അല്ലേ? വാട്ട് ഈസ് ദ പ്രൈമറി റോൾ ഓഫ് എ മാനേജർ അക്കോർഡിംഗ് ടു ഡ്രക്കർ? ഡ്രക്കറെ സംബന്ധിച്ചിടത്തോളം മാനേജ്മെന്റിന് മാനേജറുടെ പ്രൈമറി റോൾ എന്താണ്? ഓപ്ഷൻ ബി ആണോ സർ? ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി ആണ്. യെസ്. മേക്ക് ഡിസിഷൻ ഫോർ ലോങ് ടേം സക്സസ്. ഓർഗനൈസേഷന്റെ ലോങ് ടേം സക്സസിന് വേണ്ടി ഡിസിഷൻസ് എടുക്കുക എന്നുള്ളതാണ് ഡ്രക്കറെ സംബന്ധിച്ച് മാനേജറുടെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ. ഡ്രക്കർ എംഫസൈസസ് സ്ട്രാറ്റജിക് തിങ്കിങ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. എ ഫീച്ചർ ഓഫ് മാനേജ്മെന്റ് ആസ് എ പ്രൊഫഷൻ ഇസ്, താഴെ പറയുന്നത് ഏതാണ് മാനേജ്മെന്റ് ആസ് എ പ്രൊഫഷൻ എന്നുള്ളതിന്റെ ഒരു ഫീച്ചർ? ഓപ്ഷൻ സി. ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി. കോഡ് ഓഫ് എത്തിക്സും ഡെവലപ്മെന്റും ഉണ്ട്. പ്രൊഫഷനിലാണ് എപ്പോഴും കോഡ് ഓഫ് എത്തിക്സ് ഒക്കെ കാണാൻ സാധിക്കുന്നത്. യൂണിവേഴ്സൽ ആപ്ലിക്കബിലിറ്റി എന്ന് പറയുമ്പോൾ മാനേജ്മെന്റ് ആസ് എ സയൻസിന്റെ ഫീച്ചർ ആയിട്ട് വരുന്നത്. ഓക്കെ ആണോ? നോ നീഡ് ഫോർ എഡ്യൂക്കേഷൻ എന്നുള്ളത് ശരിയായിട്ടുള്ള ഒരു ഫീച്ചറേ അല്ല മാനേജ്മെന്റ് ആസ് എ സയൻസിന്റെ. മാനേജ്മെന്റ് ആസ് എ ആർട്ടിൽ വേണമെങ്കിൽ പറയാം. കാരണം ക്രിയേറ്റിവിറ്റിക്കാണ്. ഈവൻ ഇഫ് ഒരു മാനേജർക്ക് പ്രോപ്പർ എഡ്യൂക്കേഷൻ ഇല്ലെങ്കിലും മാനേജ്മെന്റ് സ്കിൽ ഉണ്ടെങ്കിൽ അയാൾക്ക് ഒരു പരിധി വരെ സക്സസ്ഫുൾ മാനേജർ ആകാം. അയാളുടെ ക്രിയേറ്റിവിറ്റി പ്രോപ്പർ ആയിട്ട് അയാൾക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ. ക്ലിയർ അല്ലേ? ഫിക്സഡ് മെത്തേഡ് എന്ന് പറയുമ്പോൾ ഒരു ഫിക്സഡ് മെത്തേഡ് നമ്മൾ ഫോളോ ചെയ്യുന്നു. അപ്പൊ നമ്മൾ സയൻസ് ബേസ്ഡ് ആണ്. ക്ലിയർ ആണോ? സോ ഇതിനകത്ത് ഏതാണ് പ്രൊഫഷനുമായി ബന്ധപ്പെട്ടത്? കോഡ് ഓഫ് എത്തിക്സ്, ഡെവലപ്മെന്റ് എന്നുള്ളത്. യൂണിവേഴ്സൽ ആപ്ലിക്കബിലിറ്റി സയൻസുമായി ബന്ധപ്പെട്ടത്. ഫിക്സഡ് മെത്തേഡ് ആസ് എ സയൻസ് എന്ന രീതിയിൽ നമുക്ക് പറയാം. നോ നീഡ് ഫോർ എഡ്യൂക്കേഷൻ, അത് ആർട്ടിന്റെ രീതിയിൽ നമുക്ക് വേണമെങ്കിൽ പറയാം. മാനേജ്മെന്റ് ആസ് എ ആർട്ട്. എഡ്യൂക്കേഷൻ അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല, ക്രിയേറ്റിവിറ്റിക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഓക്കെ. ഹു എംഫസൈസ് മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ്സ്? മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ്സ് എന്നുള്ളതിന് ആരാണ് കൂടുതൽ പ്രാധാന്യം നൽകിയത്? ഓപ്ഷൻ ബി. യെസ്, പീറ്റർ ഡ്രക്കർ ആണ്. MBO, മാനേജ്മെന്റ് ബേസ്ഡ് ഓൺ ഒബ്ജക്റ്റീവ്, ഫോക്കസസ് ഓൺ സെറ്റിംഗ് ഗോൾസ് ആൻഡ് ഇവാലുവേറ്റിംഗ് റിസൾട്ട്സ്. ക്ലിയർ അല്ലേ? ഓക്കെ. വിച്ച് ലെവൽ സൂപ്പർവൈസസ് ഡേ ടു ഡേ ഓപ്പറേഷൻ? ഡേ ടു ഡേ ഓപ്പറേഷൻസിനെ സൂപ്പർവൈസ് ചെയ്യുന്ന ഏത് ലെവലാണ്? ടോപ്പ് ലെവലാണോ, മിഡിൽ ലെവലാണോ, ലോവർ ലെവൽ മാനേജ്മെന്റ്? ലോവർ ലെവൽ. ലോവർ ലെവലാണ്. കറക്റ്റ് ആൻസർ. അഡ്വൈസറി ചുമ്മാ കൊടുത്തിരിക്കുക. ടോപ്പ് ലെവൽ, മിഡിൽ ലെവൽ ആൻഡ് ലോവർ ലെവൽ. 3 ലെവൽസ് ഓഫ് മാനേജ്മെന്റ് ഉണ്ട്. ഇതിനകത്ത് ലോവർ ലെവലിലാണ് ഫോർമാൻ എന്ന് പറയുന്ന ഒരു സംവിധാനം ഉള്ളത്. അവിടെ എന്ത് ചെയ്യുന്ന ഫസ്റ്റ് ലൈൻ ആണ്, ഫസ്റ്റ് ലൈൻ ഓഫ് മാനേജർ, ഫോർമാൻ, സൂപ്പർവൈസേഴ്സ്, ഇവരൊക്കെ ലോവർ ലെവൽ. അവരെന്ത് ചെയ്യും? ഡേ ടു ഡേ വർക്കിങ്ങിനെ സൂപ്പർവൈസ് ചെയ്യുന്നു. ഡിപ്പാർട്ട്മെന്റിൽ ഹെഡ് ഒക്കെ വരുന്നതാണ് മിഡിൽ ലെവൽ മാനേജ്മെന്റ്. ടോപ്പ് ലെവൽ മാനേജ്മെന്റ് CEO, CFO, ആ വക ആൾക്കാരൊക്കെയാണ്. ഫെയോൾസ് പ്രിൻസിപ്പൽ എൻഷുറിംഗ് ക്ലിയർ അതോറിറ്റി ഈസ്, താഴെ പറയുന്നത് ക്ലിയർ അതോറിറ്റി എൻഷുർ ചെയ്യുന്നത്. ക്ലിയർ അതോറിറ്റി. സ്കെയിലർ ചെയിൻ. സ്കെയിലാർ ചെയിൻ ആണ്. സ്കെയിലാർ ചെയിനിലാണ് ഫെയോൾ പറയുന്നത് ഈ രീതിയിൽ വേണം അതോറിറ്റി ഷുഡ് ഫ്ലോ ഇൻ ദി മാനേജ്മെന്റ് ഫ്രം ടോപ്പ് ടു ബോട്ടം. ക്ലിയർ ആണോ? എ ക്ലിയർ ലൈൻ ഓഫ് അതോറിറ്റി എൻഷുർ ചെയ്യുന്നതാണ് സ്കെയിലാർ ചെയിൻ എന്ന് പറയുന്നത്. ഈ രീതിയിൽ വേണം കമ്മ്യൂണിക്കേഷൻ പോകാനായിട്ട്. ഓക്കെ ആണോ? അതിന് അദ്ദേഹം ഗാങ് പ്ലാങ്ക് ഇടയ്ക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാ? എമർജൻസി സിറ്റുവേഷൻസിൽ ഒരേ റാങ്കിലുള്ള ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടി. ഓക്കെ. വിച്ച് സ്കൂൾ സ്ട്രെസ്സസ് സ്ട്രക്ചർ, റൂൾ ആൻഡ് ഇംപേഴ്സണൽ റിലേഷൻഷിപ്പ്? ബിഹേവിയറൽ, ക്വാണ്ടിറ്റേറ്റീവ്, ക്ലാസിക്കൽ, ബ്യൂറോക്രാറ്റിക്, സിസ്റ്റംസ് മാനേജ്മെന്റ്. പല ടൈപ്പ് ഓഫ് മാനേജ്മെന്റ് ആണ്. ഇതിൽ ഏത് മാനേജ്മെന്റ് ആണ് സ്ട്രക്ചറിനും റൂളിനും ഇംപേഴ്സണൽ റിലേഷനും പ്രാധാന്യം കൊടുക്കുന്നത്? ഓപ്ഷൻ എ ആണ് സർ. ഓപ്ഷൻ എ അല്ല, ക്ലാസിക്കൽ ബ്യൂറോക്രാറ്റിക്. ബ്യൂറോക്രസി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ബ്യൂറോക്രാറ്റിക് മാനേജ്മെന്റിനകത്താണ് റൂൾ ബേസ്ഡ് മാനേജ്മെന്റ് വരുന്നത്. അപ്പൊ പ്രോപ്പർ സ്ട്രക്ചർ ഉണ്ടായിരിക്കണമെന്നും റൂൾസ് ബേസ്ഡ് ആയിരിക്കണം മാനേജ്മെന്റ് എന്നും പറയുന്നത് അതിനകത്ത്. ബിഹേവിയറിൽ പറയുന്ന കുറച്ചുകൂടെ എന്താ പറയുന്നത്, പേഴ്സണൽ ലെവലിലുള്ള കമ്മ്യൂണിക്കേഷൻ വേണം എന്നാണ് ബിഹേവിയറിൽ പറയുന്നത്. ക്ലിയർ ആണോ?
ബ്യൂറോക്രസി ഫോക്കസസ് ഓൺ റൂൾ ആൻഡ് ഫോർമൽ സ്ട്രക്ചർ. മാനേജ്മെന്റ് ഒരു ഫോർമൽ സ്ട്രക്ചർ വേണം, റൂൾ ബേസ്ഡ് ആയിരിക്കണം. അതാണ് ബ്യൂറോക്രാറ്റിക് മാനേജ്മെന്റിൽ പറയുന്നത്. ക്ലിയർ അല്ലേ? Which function involve motivating and leading employees? Option C. Option C ആണ് directing or leading. Leading includes motivation and communication. Clear അല്ലേ? Who is known for the Hawthorne experiment? Elton Mayo. Elton Mayo ആണ്. Elton Mayo. Mayo discovered the importance of social factors. Social factors in the importance പറയുന്ന ഒരു എക്സ്പെരിമെന്റ് ആണ് എൽട്ടൺ മായോ. ആ എക്സ്പെരിമെന്റ് എന്താന്ന് ജസ്റ്റ് ഒന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ, അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ആ എക്സ്പെരിമെന്റ് കൊണ്ടുവന്നത്? ടു സ്റ്റഡി ഹൗ ഡിഫറെന്റ് വർക്കിംഗ് കണ്ടീഷൻ അഫക്ട് വർക്കർ പ്രൊഡക്ടിവിറ്റി. വർക്കേഴ്സിന്റെ പ്രൊഡക്ടിവിറ്റി എങ്ങനെ പല വർക്കിംഗ് കണ്ടീഷൻസ് അഫക്ട് ചെയ്യുമെന്ന്. ക്ലിയർ അല്ലേ? വെസ്റ്റേൺ ഇലക്ട്രിക് കമ്പനി ഷിക്കാഗോയിലാണ് ഇത് നടത്തിയത് ബിറ്റ്വീൻ 1924 ആൻഡ് 1932. ഡേറ്റ് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരിക്കുന്നത് നല്ലതാണ്. അതിന്റെ ഫൈൻഡിങ്സ് എന്താണ്? സോഷ്യൽ ആൻഡ് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ലൈക്ക് ഫീലിംഗ് വാല്യൂഡ് ആൻഡ് ബീങ് ഒബ്സർവ് ഹാവ് എ ഗ്രേറ്റർ ഇമ്പാക്ട് ഓൺ പ്രൊഡക്ടിവിറ്റി ദാൻ ഫിസിക്കൽ കണ്ടീഷൻസ് ലൈക്ക് ലൈറ്റിംഗ്. ഒബ്സർവ് ചെയ്യപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ തങ്ങളുടെ വർക്ക് വാല്യൂ ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ, സോഷ്യൽ ആൻഡ് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കും എന്ന് കണ്ടെത്തി. അതുപോലെ ഇൻഫോർമൽ ഗ്രൂപ്പ്സും ഇൻഫ്ലുവൻസ് ഇൻഡിവിജ്വൽ ബിഹേവിയർ അറ്റ് വർക്ക്. അതുപോലെ അറ്റൻഷൻ ഫ്രം സൂപ്പർവൈസർ ബൂസ്റ്റ് മൊറൈൽ ആൻഡ് ഔട്ട്പുട്ട്. സൂപ്പർവൈസറിന്റെ അറ്റൻഷൻ ഉണ്ടെങ്കിൽ മൊറൈൽ കൂട്ടും, ഔട്ട്പുട്ട് പ്രൊഡക്ടിവിറ്റിയും കൂടും. ഇതൊക്കെയാണ് അതിന്റെ കീ ഫൈൻഡിങ്സ് എന്ന് പറയുന്നത്. കൺക്ലൂഷൻ: ഹ്യൂമൻ റിലേഷൻ സച്ച് ആസ് മോട്ടിവേഷൻ, ടീം ഡൈനാമിക്, എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ, ഇതൊക്കെ മാനേജ്മെന്റ് വളരെ ക്രിട്ടിക്കൽ ആണ് എന്നുള്ളതാണ് ഈ ഒരു എക്സ്പെരിമെന്റിന്റെ ഭാഗമായിട്ട് വന്ന കൺക്ലൂഷൻ. ക്ലിയർ ആണോ? സോ ഇതിനുശേഷമാണ് ഹ്യൂമൻ റിലേഷൻ സ്കൂൾ ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്ക് പോകുന്നത്. സോ അതാണ് ആ ഒരു എക്സ്പെരിമെന്റ് എൽട്ടൺ മായോ ആണ് കണ്ടക്ട് ചെയ്തത്. അടുത്തത് സ്പാൻ ഓഫ് കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഓപ്ഷൻ എ, ഒരു മാനേജറുടെ കീഴിൽ എത്ര പേരുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു മാനേജർക്ക് എത്ര പേരെ എന്ത് ചെയ്യാൻ പറ്റും, സൂപ്പർവൈസ് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് സ്പാൻ ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത്. ഇറ്റ് മെഷേഴ്സ് മാനേജീരിയൽ കപ്പാസിറ്റി ആൻഡ് എഫക്റ്റീവ്നെസ്. ഓക്കെ ആണോ? നമ്പർ ഓഫ് സബോർഡിനേറ്റ് വൺ മാനേജർ ക്യാൻ സൂപ്പർവൈസ്. അതാണ് സ്പാൻ ഓഫ് കൺട്രോൾ. അടുത്തത് ലിമിറ്റേഷൻ ഓഫ് മാനേജ്മെന്റ് ആസ് ആൻ ആർട്ട്. ഒരു ആർട്ട് എന്ന രീതിയിൽ മാനേജ്മെന്റ് ലിമിറ്റേഷൻ താഴെ പറയുന്നതിൽ ഏതാണ്? ഓപ്ഷൻ ബി. ലാക്ക് ഓഫ് സിസ്റ്റമാറ്റിക് ബോഡി ഓഫ് നോളജ്. യെസ്. ഇഗ്നോർ ക്രിയേറ്റിവിറ്റി തെറ്റാണ്, ക്രിയേറ്റിവിറ്റി ആർട്ടിലുണ്ട്. ഓക്കെ. ഇൻറ്റ്യൂഷൻസിനൊക്കെ പ്രാധാന്യം നൽകുന്നുണ്ട്. അനാലിസിസിന് ഓവർ എംഫസിസ് ഒന്നും കൊടുക്കുന്നില്ല ആർട്ടിൽ, ക്രിയേറ്റിവിറ്റിക്കാണ് കൊടുക്കുന്നത്. ലാക്ക് ഓഫ് സിസ്റ്റമാറ്റിക് ബോഡി ഓഫ് നോളജ് എന്നുള്ളതാണ് അതിനകത്ത് ആർട്ടിന്റെ ഭാഗമായിട്ട് വരാത്തത്. ക്ലിയർ അല്ലേ? ഹൂ പ്രപ്പോസ് ബ്യൂറോക്രാറ്റിക് മോഡൽ? ആരാണ് ബ്യൂറോക്രാറ്റിക് മോഡൽ പ്രപ്പോസ് ചെയ്തത്? മാക്സ് വെബർ ആണ് ബ്യൂറോക്രാറ്റിക് മോഡൽ പ്രപ്പോസ് ചെയ്തത്. ഹയറാർക്കി, റൂൾ, അതുപോലെ റോൾ, ഈ വക കാര്യങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. ബ്യൂറോക്രാറ്റിക് മോഡൽ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ആണോ? എഫിഷ്യന്റ്, റാഷണൽ ആൻഡ് ഫോർമൽ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ ഒരു മോഡലിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. ഹയറാർക്കി ഓഫ് അതോറിറ്റി, ക്ലിയർ ആയിട്ട് ടോപ്പ് ടു ബോട്ടം അതോറിറ്റി മെൻഷൻ ചെയ്തിരിക്കും. ഇന്നതാണ് പൊസിഷൻസ് എന്നുള്ളത്. ഫോളോ ചെയ്യേണ്ട റൂൾസും ഫോർമൽ പോളിസീസും പ്രൊസീജിയേഴ്സും മെൻഷൻ ചെയ്തിരിക്കും. ഇംപേഴ്സണാലിറ്റി ഉണ്ട്. ഡിസിഷൻ ബേസ്ഡ് ഓൺ റൂൾ, നോട്ട് പേഴ്സണൽ പ്രിഫറൻസ്. ആൾക്കാരെ നോക്കിയല്ല ഡിസിഷൻസ് എടുക്കുന്നത്, റൂൾ ബേസ്ഡ് അല്ലെങ്കിൽ പോളിസി ബേസ്ഡ് ഡിസിഷൻസ് ആയിരിക്കും. ഡിവിഷൻ ഓഫ് ലേബർ ഉണ്ട്. സ്പെഷ്യലൈസ്ഡ് റോൾ ആൻഡ് റെസ്പോൺസിബിലിറ്റി കൊടുക്കുന്നുണ്ട്. മെറിറ്റ് ബേസ്ഡ് സെലക്ഷൻ, ഹയറിംഗ് ആൻഡ് പ്രൊമോഷൻ ബേസ്ഡ് ഓൺ ക്വാളിഫിക്കേഷൻ അലോൺ. ക്ലിയർ ആണോ? സോ അതാണ് ബ്യൂറോക്രാറ്റിക് മോഡൽ. 31ാമത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിസ്ക്രൈബ് സെൻട്രലൈസേഷൻ ഇൻ മാനേജ്മെന്റ്? മാനേജ്മെന്റിൽ സെൻട്രലൈസേഷനെ ഏറ്റവും നല്ല രീതിയിൽ ഡിസ്ക്രൈബ് ചെയ്യുന്ന താഴെ പറയുന്നത് ഏതാണ്? കോൺസെൻട്രേഷൻ ഓഫ് ഡിസിഷൻ മേക്കിംഗ് പവർ അറ്റ് ടോപ്പ്. കറക്റ്റ്. അതാണ് എന്ത്? സെൻട്രലൈസേഷൻ എന്ന് പറയുന്നത്. അവിടെ എന്താ?
മിനിമൽ ഡെലിഗേഷൻ ആണ്. ലോവർ ലെവലിന് കുറച്ച് മാത്രം അധികാരങ്ങളെ കൊടുക്കുന്നുള്ളൂ. മിക്ക അധികാരങ്ങളും ടോപ്പ് ലെവൽ മാനേജ്മെന്റിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യപ്പെട്ടിരിക്കും. വിച്ച് പ്രിൻസിപ്പിൾ ഓഫ് മാനേജ്മെന്റ് സ്റ്റേറ്റ് ദാറ്റ് വർക്കേഴ്സ് ഷുഡ് റിസീവ് ഫെയർ കോമ്പൻസേഷൻ ഫോർ ദെയർ സർവീസ്? ചെയ്യുന്ന സേവനത്തിന് നല്ല രീതിയിലുള്ള ഫെയർ ആയിട്ടുള്ള വേതനം കിട്ടണമെന്ന് ഏത് പ്രിൻസിപ്പിൾ ആണ് പറയുന്നത്? യെസ്, റെമ്യൂണറേഷൻ പ്രിൻസിപ്പിൾ ആണ് പറയുന്നത്. ലേബേഴ്സ് അല്ലെങ്കിൽ വർക്കേഴ്സ് ഷുഡ് ബി കോമ്പൻസേറ്റഡ് ഫെയർലി. റെമ്യൂണറേഷൻ. Who proposed the unity of direction principle? Unity of direction principle ആരാണ് പ്രപ്പോസ് ചെയ്തത്? ഹെൻറി ഫയോൾ ആണ് പ്രപ്പോസ് ചെയ്തത്. എന്താ യൂണിറ്റി ഓഫ് ഡയറക്ഷൻ എന്ന് പറയുന്നത്? The activity with the similar goal are grouped under one head. ഒരേ ഗോൾ, ഒരേ ലക്ഷ്യമുള്ള ആക്ടിവിറ്റികൾ ഒരൊറ്റ ഹെഡിന്റെ കീഴിൽ ഗ്രൂപ്പ് ചെയ്യണം, ഒരേ ഡയറക്ഷനിൽ പോകണം. ക്ലിയർ ആണോ? അതാണ് യൂണിറ്റി ഓഫ് ഡയറക്ഷൻ എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ പറയുന്നത്. വിച്ച് മാനേജ്മെന്റ് പ്രോസസ് സ്റ്റെപ്പ് കംസ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ പ്ലാനിങ്? സിമ്പിൾ ആയിട്ടുള്ള പ്ലാനിങ്ങിന് ശേഷം ഏതാണ്? ഓർഗനൈസിംഗ് ആണ് വരുന്നത്. വിച്ച് ഓഫ് ഫയോൾസ് പ്രിൻസിപ്പിൾ അഡ്വക്കേറ്റ് ലിമിറ്റിംഗ് സബോർഡിനേറ്റ് അണ്ടർ എ മാനേജർ? ഒരു മാനേജറുടെ കീഴിലുള്ള സബോർഡിനേഷൻ ലിമിറ്റ് ചെയ്യും. സ്പാൻ ഓഫ് കൺട്രോൾ. സ്പാൻ ഓഫ് കൺട്രോൾ ആണ് പറയുന്നത്. റെഫേഴ്സ് ടു ദ നമ്പർ ഓഫ് സബോർഡിനേറ്റ് എ മാനേജർ ക്യാൻ എഫക്റ്റീവ്ലി സൂപ്പർവൈസ്. എത്ര പേരെ മാനേജർക്ക് എഫക്റ്റീവ്ലി സൂപ്പർവൈസ് ചെയ്യും, അതാണ് അയാളുടെ സ്പാൻ ഓഫ് കൺട്രോൾ. മാനേജ്മെന്റ് ബൈ എക്സെപ്ഷൻ ഇസ് എ കോൺസെപ്റ്റ് വെയർ മാനേജേഴ്സ്, താഴെ പറയുന്നവർ ഏതാണ് മാനേജ്മെന്റ് ബൈ എക്സെപ്ഷന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? മാനേജ്മെന്റ് ബൈ only intervene when performance deviates significantly from standards. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ്. ഇറ്റ് അലൗ മാനേജേഴ്സ് ടു ഫോക്കസ് only on significant issues. മാനേജ്മെന്റ് ബൈ എക്സെപ്ഷൻ എന്ന് പറയുമ്പോൾ ഒരു ഓർഗനൈസേഷനിൽ പലതരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് മാനേജ്മെന്റ് ലെവലിൽ ഹാൻഡിൽ ചെയ്യേണ്ടത്. ക്ലിയർ ആണോ? എന്നാൽ മാത്രമേ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യത്തിൽ ഫോക്കസ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ, എന്നാലേ എഫിഷ്യൻസി കൂടത്തുള്ളൂ. ഇറ്റ് അലൗ മാനേജേഴ്സ് ടു ഫോക്കസ് only on significant issues. ക്ലിയർ ആണോ? Which of the following is not one of Fayol's 14 principles? താഴെ പറയുന്നത് ഏതാണ് 14 പ്രിൻസിപ്പിൾസ്? കൊളാബറേഷൻ. ഓർഡർ എന്ന് പറയുന്നത്, ഇക്വിറ്റി എന്ന് പറയുന്നത്, റെമ്യൂണറേഷൻ എന്ന് പറയുന്നത് പ്രിൻസിപ്പിളിന്റെ ഭാഗമാണ്, കൊളാബറേഷൻ അല്ല. Which function of management involve selecting and developing personnel? Easier. സ്റ്റാഫിംഗ് ആണ്. ആൾക്കാരെ എങ്ങനെ സെലക്ട് ചെയ്യണം, റിക്രൂട്ട് ചെയ്യണം, ട്രെയിൻ ചെയ്യണം, ഈ വക കാര്യങ്ങളെ പറ്റി പറയുന്ന ഫംഗ്ഷൻ ഓഫ് മാനേജ്മെന്റ് സ്റ്റാഫിംഗ്. ഹൂ ഡെവലപ്പ് ബിഹേവിയറൽ മാനേജ്മെന്റ്? ഓൾറെഡി നമ്മൾ ബിഹേവിയറൽ മാനേജ്മെന്റ് മേരി പാർക്കർ ഫോലറ്റ് ആണ് ബിഹേവിയറൽ മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു സ്കൂൾ ഡെവലപ്പ് ചെയ്തത്. മേരി പാർക്കർ ഫോലറ്റ്. എന്താ ബിഹേവിയറൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്? ഡൈനാമിക്, കോപ്പറേറ്റീവ് ആൻഡ് ഹ്യൂമൻ സൈഡ് ഓഫ് മാനേജ്മെന്റ്. കുറച്ചുകൂടെ എന്താ, മനുഷ്യരുടെ നേച്ചർ, ബിഹേവിയർ, അതിനെ ബേസ് ചെയ്ത് വേണം മോട്ടിവേഷനും കാര്യങ്ങളും ഒക്കെ കൊടുക്കാനായിട്ട്. അതാണ് ബിഹേവിയറൽ മാനേജ്മെന്റ് പറയുന്നത്. ക്ലിയർ ആണ്? അപ്പൊ ഗ്രൂപ്പ് ഡൈനാമിക്സിന് പ്രാധാന്യമുണ്ട്, ആൾക്കാരുള്ള കോപ്പറേഷനും, ആ ഹ്യൂമൻ സൈഡ്, അവരുടെ സോഷ്യൽ ആയിട്ടുള്ള, അവരുടെ സൈക്കോളജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളെ കൂടെ കൺസിഡർ ചെയ്തിട്ടുള്ള ഒരു മാനേജ്മെന്റ്. വിച്ച് പ്രിൻസിപ്പിൾ സജസ്റ്റ് എ ക്ലിയർ ലൈൻ ഓഫ് അതോറിറ്റി? ഏതാണ്? സ്കേലാർ ചെയിൻ ആണ് ക്ലിയർ ലൈൻ ഓഫ് അതോറിറ്റി പറയുന്നത്. സ്കേലാർ ചെയിൻ. ഹു ഈസ് നോൺ ഫോർ പ്രിൻസിപ്പിൾ ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ്? ടൈലർ ആണ് സയന്റിഫിക് മാനേജ്മെന്റ് പിതാവ്. അദ്ദേഹമാണ് സയന്റിഫിക് മാനേജ്മെന്റ് അപ്രോച്ച് കൊണ്ടുപോകുന്നത്. വാട്ട് ഡസ് ദ കൺട്രോളിംഗ് ഫംഗ്ഷൻ എൻഷുർ? ഓപ്ഷൻ എ ആണ്. ഒബ്ജക്റ്റീവ് പ്രോപ്പർ ആയിട്ട് അച്ചീവ് ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തും. എങ്ങനെ? പെർഫോമൻസിനെ മോണിറ്റർ ചെയ്തുകൊണ്ട്. ക്ലിയർ ആണോ? യെസ്. ആദ്യം ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യും, ആക്ച്വൽ പെർഫോമൻസ് അളക്കും, മോണിറ്റർ ചെയ്യും, കമ്പയർ ചെയ്തിട്ട് ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്തു നോക്കും. ചെയ്തില്ലെങ്കിൽ കറക്റ്റീവ് മെഷർ എടുക്കും. അച്ചീവ്മെന്റ് ഓഫ് ഒബ്ജക്റ്റീവ് ബൈ മോണിറ്ററിംഗ് പെർഫോമൻസ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ അഡ്വാൻറ്റേജ് ഓഫ് ഡീസെൻട്രലൈസേഷൻ? ഡീസെൻട്രലൈസേഷൻ അഡ്വാൻറ്റേജ് ഏതാണ്? ഓപ്ഷൻ എ ആണ്. ഫാസ്റ്റർ ഡിസിഷൻ മേക്കിംഗ് അറ്റ് ലോവർ ലെവൽ. ലോവർ ലെവൽ കുറച്ചുകൂടെ എളുപ്പത്തിൽ ഡിസിഷൻ മേക്കിംഗ് സാധ്യമാകും ഡീസെൻട്രലൈസേഷൻ വന്നു കഴിഞ്ഞാൽ.
വിച്ച് മാനേജ്മെന്റ് ഫംഗ്ഷൻ സെറ്റ് പെർഫോമൻസ് സ്റ്റാൻഡേർഡ്? പെർഫോമൻസ് സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുന്ന ഫംഗ്ഷൻ ഏതാണ്? കൺട്രോളിംഗ്. കൺട്രോളിംഗ് ആണ്. കൺട്രോളിംഗിലാണ് സ്റ്റാൻഡേർഡ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഈ സ്റ്റാൻഡേർഡ് വിൽ ബി ബേസ്ഡ് ഓൺ ദ പ്ലാനിങ്. കാരണം പ്ലാനിങ് നമ്മൾ ഓൾറെഡി ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ആ ഒബ്ജക്റ്റീവിന്റെ ബേസ് ചെയ്ത് നമ്മൾ കൺട്രോളിംഗ് ഫംഗ്ഷന്റെ തുടക്കത്തിൽ തന്നെ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യും. ഒന്നാമത്തെ ഫംഗ്ഷൻ ഒന്നാമത്തെ സ്റ്റെപ്പ് ഇൻ കൺട്രോളിംഗ് ആണ് സെറ്റിംഗ് ഓഫ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. സോ കൺട്രോളിംഗ് ഇൻവോൾവ് സെറ്റിംഗ് ബെഞ്ച് മാർക്ക് ആൻഡ് ഇവാലുവേറ്റിംഗ് പെർഫോമൻസ്. സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുന്നത് വിൽ ബി ബേസ്ഡ് ഓൺ അവർ ഒബ്ജക്റ്റീവ് വിച്ച് ഇസ് സെറ്റ് ഡ്യൂറിംഗ് ദി പ്ലാനിംഗ് ഫംഗ്ഷൻ. അടുത്തത്, ഇൻ വിച്ച് ഇയർ ഡിഡ് ടൈലർ പബ്ലിഷ് ദ പ്രിൻസിപ്പിൾ ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ്? ഓപ്ഷൻ ബി. 1911 പബ്ലിഷ് ചെയ്തത്. 1911 അദ്ദേഹത്തിന്റെ ബുക്ക് പബ്ലിഷ് ചെയ്തത്. വിച്ച് പ്രിൻസിപ്പിൾ എൻകറേജസ് പേഴ്സണൽ ഇനിഷ്യേറ്റീവ്? പേഴ്സണൽ ഇനിഷ്യേറ്റീവ് എൻകറേജ് ചെയ്യുന്ന പ്രിൻസിപ്പിൾ ഏതാണ്? ഇനിഷ്യേറ്റീവ്. ഇനിഷ്യേറ്റീവ്. അതായത് മാനേജർ എന്ത് ചെയ്യണം? സബോർഡിനേറ്റ്സിനെ അവരുടെ കോൺട്രിബ്യൂഷൻ നൽകുന്നതിന് വേണ്ടി പ്രേരിപ്പിക്കണം. ക്ലിയർ ആണോ? അവരെ ഇനിഷ്യേറ്റ് ചെയ്യണം വർക്കും കാര്യങ്ങളും. ആ രീതിയിൽ വേണം മാനേജ്മെന്റ് എന്ന് കയോള് പറയുന്നു. ഇനിഷ്യേറ്റീവ്. ദ ബിഹേവിയറൽ സ്കൂൾ എംഫസൈസസ്. ബിഹേവിയറൽ സ്കൂൾ എന്തിനാ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്? ഓപ്ഷൻ സി ആണ് സർ. ഓപ്ഷൻ സി. ഹ്യൂമൻ റിലേഷൻസിനും മോട്ടിവേഷനുമാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ഹ്യൂമൻ റിലേഷനും മോട്ടിവേഷനുമാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ഓക്കെ. എ മോഡേൺ ഡെവലപ്മെന്റ് ഇൻ മാനേജ്മെന്റ് തോട്ട് ഈസ്. മാനേജ്മെന്റ് ചിന്താഗതിയിൽ ഇപ്പോൾ റീസെന്റ് ആയിട്ട് വന്ന ഒരു മോഡേൺ ഡെവലപ്മെന്റ് എന്ന് പറയാൻ സാധിക്കുന്നത് എന്തിനെയാണ്? ഓപ്ഷൻ സി. ഓപ്ഷൻ സി ആണ്. TQM, ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ്. വിച്ച് പ്രിൻസിപ്പിൾ എംഫസൈസസ് ഫെയർനെസ് ആൻഡ് ജസ്റ്റിസ്? ഇക്വിറ്റി. ഇക്വിറ്റിയാ പറയുന്നത് വർക്കേഴ്സിനെ ഫെയർ ആയിട്ടും ജസ്റ്റ് ആയിട്ടും ട്രീറ്റ് ചെയ്യണം. യാതൊരു രീതിയിലുള്ള. അതെ, ഓപ്ഷൻ ബി ആണ് ആൻസർ. പക്ഷാഘാതം കാണിക്കരുത്, എക്സ്പ്ലോയിറ്റേഷൻ ഒന്നും ചെയ്യരുത്, ഫെയർ ആൻഡ് ജസ്റ്റിസ്. ഡെലിഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്ഷൻ ബി ആണോ? അസൈനിങ് റെസ്പോൺസിബിലിറ്റി ആൻഡ് അതോറിറ്റി ടു സബോർഡിനേറ്റ്. സബോർഡിനേറ്റിന് പ്രോപ്പർ ആയിട്ട് റെസ്പോൺസിബിലിറ്റിയും അതോറിറ്റി മാത്രമല്ല റെസ്പോൺസിബിലിറ്റിയും മാത്രമല്ല. ക്ലിയർ ആണോ? യെസ്. അസൈനിങ് റെസ്പോൺസിബിലിറ്റി ആൻഡ് അതോറിറ്റി ടു സബോർഡിനേറ്റ്. അതോറിറ്റി കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ റെസ്പോൺസിബിലിറ്റിയും കൂടെ അവിടെ വരുന്നുണ്ട്. പക്ഷെ അൾട്ടിമേറ്റ്ലി ആരാണോ ഡെലിഗേറ്റ് ചെയ്യുന്ന അയാളിലായിരിക്കും ആ ഒരു ടാസ്ക് ചെയ്യാനുള്ള ഇനിഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. ഡെലിഗേഷൻ ഡിസ്ട്രിബ്യൂട്ട് വർക്ക് ആൻഡ് അതോറിറ്റി ഡൗൺവേർഡ് ഇൻ ദി ഹയറാർക്കി. എക്സ് ആൻഡ് വൈ തിയറി പ്രപ്പോസ് ചെയ്തത് ആരാണ്? ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി ആണ്. ഡഗ്ലസ് മെക്ഗ്രഗർ ആണ് എക്സ് ആൻഡ് വൈ തിയറി പ്രപ്പോസ് ചെയ്തത്. രണ്ട് സ്റ്റൈലാണ്, അതോറിറ്റേറിയൻ സ്റ്റൈലും അതുപോലെ തന്നെ പാർട്ടിസിപ്പേറ്റീവ് സ്റ്റൈലും മാനേജ്മെന്റ് ചെയ്യാനുള്ള. അതോറിറ്റേറിയൻ സ്റ്റൈലിലും എന്ത് ചെയ്യാം? മാനേജ് ചെയ്യാം. പാർട്ടിസിപ്പേറ്റീവ് സ്റ്റൈൽ പറഞ്ഞത് ഡഗ്ലസ് മെക്ഗ്രഗർ. എക്സ് ആൻഡ് വൈ തിയറി. എഫക്റ്റീവ് കൺട്രോളിംഗ് ലീഡ്സ് ടു. നല്ല രീതിയിൽ കൺട്രോളിംഗ് ഉണ്ടെങ്കിൽ എന്താണ് അതിന്റെ റിസൾട്ട് ആയിട്ട് വരുന്നത്? ഇംപ്രൂവ്ഡ് പ്രൊഡക്ടിവിറ്റി. ഇംപ്രൂവ്ഡ് പ്രൊഡക്ടിവിറ്റി വരും അല്ലെ? ഇംപ്രൂവ്ഡ് പ്രൊഡക്ടിവിറ്റി ആണ് എഫക്റ്റീവ് കൺട്രോളിംഗിന്റെ ഒരു റിസൾട്ട് എന്ന് പറയാൻ സാധിക്കും. ബാക്കിയുള്ളതൊന്നും കൺട്രോളിംഗിന്റെ റിസൾട്ട് അല്ല. ക്ലിയർ ഡെലിഗേഷൻ എന്ന് പറയുന്നത് ഡെലിഗേറ്റ് ചെയ്യുന്നത് കൊണ്ടുള്ള പ്രോപ്പർ ആയിട്ടുള്ള റിസൾട്ട് ആണ്. ക്ലിയർ ആണോ? യെസ്. സ്ട്രോങ് ഹയറാർക്കി ഒക്കെ വരുന്നത് മറ്റ് ഫംഗ്ഷൻസിന്റെ ഓർഗനൈസിംഗ് എന്ന ഫംഗ്ഷന്റെ ഭാഗമായിട്ട് സ്ട്രോങ് ഹയറാർക്കി ഒക്കെ സെറ്റ് ആവുന്നത്. Which process involved manpower planning and recruitment? ഓപ്ഷൻ സി. സ്റ്റാഫിംഗ് ആണ്. സ്റ്റാഫിംഗിലാണ് മാൻ പവർ പ്ലാനിങ്ങും റിക്രൂട്ട്മെന്റും ഒക്കെ പ്രോപ്പർ ആയിട്ട് പഠിക്കുന്നത്. ഓക്കെ. യൂണിറ്റി ഓഫ് ഡയറക്ഷൻ എൻഷുർ. യൂണിറ്റി ഓഫ് ഡയറക്ഷൻ എന്താണ് എൻഷുർ ചെയ്യുന്നത്? ഓപ്ഷൻ ബി. ഓപ്ഷൻ യൂണിറ്റി ഓഫ് ഡയറക്ഷൻ ഓപ്ഷൻ ബി അല്ലേ? യാ. ഓക്കെ. സിംഗിൾ പ്ലാൻ ഫോർ ഈച്ച് ഗ്രൂപ്പ് ഓഫ് ആക്ടിവിറ്റി. കറക്റ്റ്. എ സിംഗിൾ പ്ലാൻ ഫോർ ഈച്ച് ഗ്രൂപ്പ് ഓഫ് ആക്ടിവിറ്റി. Which principle eliminate gap in the chain of command? Chain of command like gap eliminate ചെയ്യുന്ന principle ഏതാണ്? സ്കേലാർ ചെയിൻ. സ്കേലാർ ചെയിൻ ആണ്. സ്കേലാർ ചെയിൻ മെയിൻറ്റെയിൻ ആൻ അൺഇന്ററപ്റ്റഡ് ലൈൻ ഓഫ് അതോറിറ്റി. അപ്പൊ ഗ്യാപ്പ് വരത്തില്ല. പ്രോപ്പർ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സാധ്യമാക്കും. ക്ലിയർ അല്ലേ? സോ സ്കേലാർ ചെയിൻ ആണ് ഗ്യാപ്പ് എലിമിനേറ്റ് ചെയ്യുന്നത് ഇൻ ദ ചെയിൻ ഓഫ് കമാൻഡ്. അടുത്തത്
Who introduced management by walking around? പീറ്റർ ഡക്കർ. ടോം പീറ്റർ ആൻഡ് റോബർട്ട് വാട്ടർമാൻ ആണ് മാനേജ്മെന്റ് ബൈ വാക്കിംഗ് അറൌണ്ട് എന്ന കോൺസെപ്റ്റ് കൊണ്ടുവന്നത്. സംഭവം ഇത്രയേ ഉള്ളൂ, പ്രോപ്പർ ആയിട്ട് സൂപ്പർവിഷൻ നടത്തണം. അതായത് മാനേജർ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യണം, എംപ്ലോയീസിന്റെ ഇടയ്ക്കൂടെ എന്ത് ചെയ്യണം, പ്രോപ്പർ ആയിട്ട് ഒബ്സർവ് ചെയ്യണം, നടക്കണം, പ്രോപ്പർ ആയിട്ട് അവരെ എന്ത് ചെയ്യണം, മോണിറ്റർ ചെയ്യണം. എൻകറേജ് മാനേജർ ടു സ്റ്റേ ഇൻ ടച്ച് ബൈ ഇൻഫോർമലി ഒബ്സർവിംഗ് ആൻഡ് എൻഗേജിംഗ് വിത്ത് എംപ്ലോയീസ്. ക്ലിയർ ആണോ? ടോം പീറ്ററും റോബർട്ട് വാട്ടർമാനുമാണ് MBWA, മാനേജ്മെന്റ് ബൈ വാക്കിംഗ് അറൌണ്ട് എന്ന കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യും. Which thinker is associated with the system theory of management? System theory. ഓപ്ഷൻ സി. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ലുഡ്വിഗ് വോൺ ബർട്ട്ലാൻഡ്സ്ലി. സിസ്റ്റം തിയറി വ്യൂ ആൻ ഓർഗനൈസേഷൻ ആസ് എ സെറ്റ് ഓഫ് ഇന്റർ റിലേറ്റഡ് പാർട്ട്. അതായത് കുറെ പാർട്ടുകൾ ഉള്ള ഒരു സംഭവമാണ് ഓർഗനൈസേഷൻ. പല പല ഡിപ്പാർട്ട്മെന്റ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ പല പല എന്താ പറയുന്നത് പല പല യൂണിറ്റ്സ് ആയിരിക്കാം. ഈ രീതിയിൽ ഒരു സിസ്റ്റം പോലെയാണ് ഒരു ഓർഗനൈസേഷൻ നിൽക്കുന്നത്. സോ ആ രീതിയിൽ വേണം മാനേജ്മെന്റും നമ്മൾ ചെയ്യാൻ എന്നുള്ളതാണ് സിസ്റ്റം തിയറി പറയുന്നത്.